എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കൽ വശങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ ഇത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്, അതായത് ചെറിയത്, വലിയ ഉജ്ജീവനല്ല, ചെറിയ ഉജ്ജീവൻ, അതായത് മനസ്സിലാക്കുക, ചെറിയ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്. ഈ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിലും അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഈ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിന് ഏകദേശം 4.72 ദശലക്ഷം ഉപഭോക്താക്കളുടെ അടിത്തറയുണ്ട്. അതുകൂടാതെ 11 ഭാഷകളായിട്ട് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നുണ്ട്. അതായത് 37 രൂപ വിലയിൽ അത് ഷെയർ മാർക്കറ്റിൽ വന്നത്. അത് 2019 ഡിസംബർ 12 അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ വശത്തിലേക്ക് ഒന്ന് പോവാം. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 11,534 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. PE വളരെ കുറഞ്ഞ PE 9.19, ROC 10.6%, വളരെ നല്ല ഒരു ROE 33% ROE ഉള്ളത്. അത് വെരി ഗുഡാണ്, അത് വളരെ ഗുഡ്. നമ്മൾ ലാസ്റ്റ് ഒരു 6 ക്വാർട്ടർ അല്ലെങ്കിൽ 7 ക്വാർട്ടർ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു റവന്യൂ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതിൽ നോക്കിയാൽ 2021 645, പിന്നെ 708, 812, അങ്ങനെ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ പ്രോഫിറ്റും അതിനനുസരിച്ച് കൂടിക്കൊണ്ടു. ലാസ്റ്റ് ഒരു 5-6 ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലും പ്രോഫിറ്റിൽ നല്ലൊരു വളർച്ചയുണ്ട്. നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 73% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് FIS 3%, നമ്മളെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 4%. പബ്ലിക്കിൻ്റെ കയ്യിൽ ഏകദേശം 18% ഷെയർസ് ഉള്ളൂ. ഏകദേശം പ്രൊമോട്ടർ ഹോൾഡിങ്സും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ നല്ലതാണ്. ഇത്രയുമാണ് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂ. ഇനി നമുക്ക് ടെക്നിക്കൽ വ്യൂ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റിയൊരു സമയമാണോ എന്നുള്ളത് ടെക്നിക്കൽ വശം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ലിമിറ്റഡ് ബാങ്കിൻ്റെ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് വേണം. ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ. ഈ കൺസോളിഡേഷൻ വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് പോയി. അതിനുശേഷം അത് ഈ റേഞ്ച്, ബ്രേക്ക് ചെയ്ത ആ റേഞ്ച് തന്നെ റീടെസ്റ്റിലേക്ക് വന്നു. അതിനുശേഷം ഒരു 64 റേഞ്ച്, ഇവിടെ ഒരു 64 ഇതിൻ്റെ ഒരു ഹൈ പോയിട്ടുള്ളത്. 64 റേഞ്ചിൽ ഇത്. അതുകൂടാതെ ഒരു 52 റേഞ്ച്, ഈ റേഞ്ചിനുള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4 മാസത്തോളം ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻട്രാഡേ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിനി വീക്കിലിയും മന്ത്ലിയും നോക്കാനുണ്ട്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളുടെ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി വിത്ത് വോളിയത്തോട്, അതിനുശേഷം അത് റീടെസ്റ്റ് വന്നു. അതിനുശേഷം ഇപ്പോൾ കണ്ട ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് പൊട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാവുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില പോയിൻറ്റ്സും ഉണ്ട്. അതിന് നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയാലാണ് ഭംഗിയുള്ളൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ട്. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇവിടെ, അതായത് 48 റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ആ ഗ്രീൻ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഒരു കൺസോളിഡേഷൻ ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ ഹൈ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 64 പോയിൻറ്റ്. അപ്പോൾ ഈ 64-ന് മുകളിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി ഉണ്ടെങ്കിൽ ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 48 എന്ന് പറയുന്നത് നല്ല ശക്തമായൊരു സപ്പോർട്ടാണ്. അതുകൂടാതെ 52 ഒരു സപ്പോർട്ടായിട്ട് എടുക്കാം. പക്ഷേ 48 ആണ് കഠിനമായൊരു സപ്പോർട്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത് താഴേക്ക് തന്നെ വരും. അപ്പോൾ 52-ഓ 48-ഓ സപ്പോർട്ട് പോയിന്റ് എടുക്കുക. നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് 48 ആണ്.
52 കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് പോയിൻ്റാണ്. അപ്പോൾ ഈ റേഞ്ചിൽ മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വാച്ച് ചെയ്തിരിക്കണം. ആ ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 64 എന്ന് പറയുന്ന റേറ്റ് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇതിനെ നമുക്ക് മന്തിലേക്ക് ചാർട്ടിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. മന്തിലി ഇപ്പോൾ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ റെസിസ്റ്റൻസ് സോണിൽ നിന്നാലും നമുക്ക് നമ്മൾ പറയുന്ന 58, 48, 52 ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വലിയ പേടി നമുക്ക് ഇതിൽ വേണ്ട. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് പരിഗണിക്കാമോ എന്ന് ചോദിച്ചാൽ ഇത് പരിഗണിക്കാൻ സാധ്യത ഇല്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ ഇത് ഇപ്പോൾ പരിഗണിക്കാമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പരിഗണിക്കാറായിട്ടില്ല. കാരണം മന്ത്ലി ചാർട്ടിൽ നമ്മൾ പറഞ്ഞ റേറ്റ് 64 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസും കൂടി നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം. വിത്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇത് പരിഗണിക്കാം. അപ്പോൾ വീക്കിലി ഈ പറഞ്ഞ റേറ്റ്, അതായത് 64 മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 48, 52 നമ്മളെ സപ്പോർട്ട് പോയിന്റ്. നമ്മൾ മന്ത്ലി ചാർട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് വരച്ചില്ലേ, ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ 52 സപ്പോർട്ടുണ്ട്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. അപ്പോൾ 52 സപ്പോർട്ടുണ്ട്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കണം. അതുകൂടാതെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് ലോസ് ഒരു 48 ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്, അവിടെയും നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ റേഞ്ച് എന്ന് പറയുമ്പോൾ 64 മുകളിൽ ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ മന്ത്ലി ചാർട്ട് നമ്മൾ കണ്ടല്ലോ, അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കും മന്ത്ലി. വീക്കിലിയും നമ്മളൊരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അത് നമ്മളെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് 52 നമ്മൾ വീക്കിലി നോക്കുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ 52 ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുകൂടാതെ 48 വളരെ നല്ലൊരു സപ്പോർട്ടുണ്ട്, അതും നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാം. നമ്മൾ ഫണ്ടമെൻ്റൽ വ്യൂ നോക്കി ഫണ്ടമെൻ്റലി നമ്മളൊരു 6 ക്വാർട്ടർ എടുത്ത് നോക്കിയപ്പോൾ പ്രോഫിറ്റ് നന്നായിട്ട് കൂടുന്നുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നല്ല അത്യാവശ്യം ഷെയർസ് ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഷെയറായിട്ട് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. വിലയും വളരെ 64 രൂപയുള്ള വിലയുള്ളൂ. അപ്പോൾ ഇതാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൻ്റെ ടെക്നിക്കൽ വശവും ഫണ്ടമെൻ്റൽ വശവും നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.